ഒരു മാസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിലൂടെ വിശ്വാസികൾ നേടിയെടുത്ത കരുത്ത് മർദ്ദിത ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി ഉപയോഗിക്കണമെന്ന് നവാസ് അസ്ഹരി പറഞ്ഞു. MSM കോളേജ് മൈതാനിയിൽ ഈദ്ഗാഹ് സംഗമത്തിൽ ഖുത്ബ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. സംയുക്ത ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം MSM കോളേജ് മൈതാനിയിൽ ഈദ്ഗാഹ് സംഘടിപ്പിച്ചു. സംഗമത്തിൽ മസ്ജിദ് റഹ്മാൻ ഇമാം നവാസ് അസ്ഹരി ഖുത്ബ പ്രഭാഷണം നടത്തി. വാർത്തെടുക്കാനും വേണ്ടി അവതരിപ്പിച്ച ഒരു മഹാ അനുഗ്രഹമാണ് ഖുർആൻ. ആ ഖുർആനിന്റെ മാസമാണ് നമ്മൾ പിന്നിട്ടിരിക്കുന്നത്. പക്ഷേ പ്രവാചകന്മാരുടെ കാലത്ത്, വിശേഷ അള്ളാഹു ഖുർആൻ ഇറക്കിക്കൊടുത്ത നബി തിരുമേനിയുടെ കാലത്ത് ഈ ഖുർആനിലൂടെ നൽകിയ മുന്നറിയിപ്പുകൾ വഖഫ് ബില്ലിനെതിരെയും പലസ്തീനിലെ നരനായട്ടിനെതിരെയും കേരളത്തിലെ യുവത്വത്തെ നശിപ്പിക്കുന്ന ലഹരിക്കെതിരെയും പ്രമേയങ്ങൾ പാസാക്കി. വഖഫ് ബില്ലിനെതിരായ ബാനർ ഉയർത്തി പ്രതിജ്ഞയെടുത്തു. നമസ്കാരത്തിനും ഖുതുബയ്ക്കും മസ്ജിദുർ റഹ്മാൻ ഇമാം നവാസ് അസ്ഹരി നേതൃത്വം നൽകി. പ്രദേശത്തെ പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. ഖുർആൻ പരീക്ഷകളിലെ വിജയികൾക്ക് സമ്മാനദാനം നൽകി. ഈദ്ഗാഹ് കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ A. ഷാജഹാൻ, കൺവീനർമാരായ Y. ഇർഷാദ്, ഹസൻ കുഞ്ഞ്, നുജും KH, S. മുജീബ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കായംകുളം.